ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഐഷ രജ. നമ്മുടെ JPCയിലെ 11th 12th ഇവിടെ ട്യൂഷന് പഠിച്ച് അത് കഴിഞ്ഞിട്ട് JPCൻ്റെ ഫസ്റ്റ് റിപ്പീറ്റിൽ തന്നെ ഏറ്റവും നല്ല റിസൾട്ടുമായിട്ട് കേരളത്തിലെ ഏറ്റവും നല്ലൊരു മെഡിക്കൽ കോളേജ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അപ്പം റിസൾട്ട് വന്നപ്പോൾ രജ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം ഏറ്റവും കൂടുതൽ റിപ്പീറ്റേഴ്സും സൂപ്പർ റിപ്പീറ്റേഴ്സും ക്രാക്ക് ചെയ്തൊരു വർഷമാണ്. അവിടെ ഫസ്റ്റ് റിപ്പീറ്റിൽ തന്നെ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയതിൽ രജയ്ക്ക് എന്താ പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട്. ഫസ്റ്റ് റിപ്പീറ്റ് തന്നെ കിട്ടിയതിൽ വളരെ സന്തോഷം. വീട്ടുകാരും നല്ല ഹാപ്പിയാണ്. ഇപ്രാവശ്യം തന്നെ ബ്രദറിനും എൻജിനീയറിങ്ങിന് CETയിൽ അഡ്മിഷൻ കിട്ടി. എന്നപ്പം രണ്ടാൾക്കും ഒരേ സമയത്ത് തന്നെ കയറാൻ പറ്റിയതിൽ വീട്ടുകാരും നല്ല ഹാപ്പിയാണ്. ഉപ്പയും ഉമ്മയൊക്കെ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിന് ഫലം ഉണ്ടായി. സന്തോഷം. ഓക്കെ രജ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ JPCയിൽ നമ്മൾ 3 വർഷമായി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കുക റിപ്പീറ്റ് സൂപ്പർ റിപ്പീറ്റ് എന്ന്. ഇതൊന്നല്ല, +1 +2 ട്യൂഷനാണ്. ആ ട്യൂഷൻ മുതലേ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവുക എന്നുള്ളത്, അല്ലെങ്കിൽ പെട്ടെന്ന് +2 ഒക്കെ ഈ അവസാന സമയം ആയപ്പോഴും തോന്നിയാണോ? എപ്പോഴായിരുന്നു ഇത് നേരത്തെ ഉണ്ടായിരുന്നത്? എങ്ങനെയാണ്? ഞാൻ 10 പഠിക്കുന്ന ടൈമിലാണ് ഡോക്ടർ ആവണം തോന്നിയത്. അങ്ങനെ 10 കഴിഞ്ഞപ്പം ഒരു എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്യൂഷൻ തന്നെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് JPCനെ കുറിച്ച് അറിഞ്ഞത്. അങ്ങനെ ഇവിടെ +1 +2 ട്യൂഷൻ പഠിച്ചു. ഇവിടുത്തെ ഫാക്കൽറ്റീസിനെയും ഒക്കെ ക്ലാസ്സും ഒക്കെ നല്ല ഇഷ്ടമായി. അങ്ങനെ ഇവിടെ തന്നെ റിപ്പീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇവിടെ റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ നല്ലൊരു സ്കോറ് കിട്ടി. രജ, പലരുടെ ഒരു ഇതാണ്, നമ്മൾ ചിലപ്പോൾ നമ്മുടെ ട്യൂഷൻ ബാച്ചിൽ തന്നെ അത്യാവശ്യം നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കും കുട്ടികൾ. അത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് എന്താ പറയുക, കേരളത്തിലെ വലിയ വലിയ സ്ഥാപനങ്ങൾ നോക്കിയിട്ട് അവിടെയാണ് റിസൾട്ട് കൂടുതൽ, അങ്ങനെയൊക്കെ നോക്കി പോകുന്ന ആളുകളാണ് കൂടുതലും. ആ സമയത്ത് കുറേ ഓപ്പോസിഷൻസ് ഉണ്ടായിരുന്നു, ഫാമിലിയിൽ നിന്നാണെങ്കിലും ഇനി ഉപ്പ ഉമ്മ, അതായത് JPCയിൽ തന്നെ നിൽക്കണം എന്നുള്ള തീരുമാനം മോളുടെ തന്നെ തീരുമാനമായിരുന്നു. അല്ലെങ്കിൽ പാരൻസും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്തു? ആരെങ്കിലും ഓപ്പോസിഷൻ ഉണ്ടായിരുന്നോ? എന്തായിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്? വീട്ടിൽ നിന്നൊക്കെ JPC പോകാന്നുള്ളത് തന്നെ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ പുറത്തുനിന്ന് ഇങ്ങനെ ആൾക്കാർ ആടെയല്ലേ നല്ല റിസൾട്ട്, അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു. പക്ഷെങ്കിൽ എന്തോ ഞാൻ +1 +2 ഇവിടെ പഠിച്ചുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ക്ലാസ്സും ഒക്കെ നല്ലോണം ഇഷ്ടമായി. അന്നപ്പം വലിയ റിസൾട്ടും മാത്രം നോക്കിക്കൊണ്ട് കാര്യമില്ല, നമ്മൾ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷന് വലിയ റിസൾട്ട് ഉണ്ടാകുന്നു, വലിയ ഇൻസ്റ്റിറ്റ്യൂഷന് വലിയ റിസൾട്ട് ഉണ്ടാകുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. അന്നപ്പം അങ്ങനെ ഇവിടുത്തെ ക്ലാസ്സും ഒക്കെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇവിടെ ചെയ്താൽ കിട്ടും തോന്നി. അങ്ങനെ ഇവിടെ തന്നെ തിരഞ്ഞെടുത്തു. ഓക്കെ രജ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര സന്തോഷമുള്ള ഒരു മൊമെൻ്റാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇനി വന്നുകൊണ്ടിരിക്കുന്ന കുറേ കുട്ടികളുണ്ട്, അതായത് പുതിയതായിട്ട് ഫ്രഷേഴ്സായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന കുട്ടികൾ. അവർ കുറേ പേര് ടെൻഷനുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ നീറ്റ് എക്സാം കഴിഞ്ഞു, റീനീറ്റ് നടന്നു. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ കുട്ടികളുടെ ഉള്ളിൽ ഇനി ഇതിന് ഇറങ്ങണോ എന്നുള്ളൊരു പേടി വരെ വന്നിട്ടുണ്ട് അവരോട്. അതായത് പലരും പറയുന്നത് റിപ്പീറ്റേഴ്സിന് സൂപ്പർ റിപ്പീറ്റേഴ്സിനൊക്കെ പറഞ്ഞാണ് നീറ്റ്, ഒരു കൊല്ലം കൊണ്ടൊന്നും കിട്ടൂല. ഇങ്ങനെയുള്ള കുട്ടികളോട് ഒരു റിപ്പീറ്റർ സ്റ്റുഡൻ്റ് ആയിരിക്കെ തന്നെ നമ്മൾ ഇത്രയും നല്ല റിസൾട്ട് ഉണ്ടാക്കിയ രജയ്ക്ക് എന്ത് മറുപടിയാണ് കൊടുക്കാനുള്ളത്? ഫസ്റ്റ് റിപ്പീറ്റ് കിട്ടുമോ എന്നുള്ള പേടി കൊണ്ട് തന്നെയാണ് പലർക്കും ഫസ്റ്റ് റിപ്പീറ്റ് കിട്ടാത്തത്. ഞാൻ ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്യുമ്പം തന്നെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് ചെയ്തത്. നന്നായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ചെയ്യും. പിന്നെ നല്ല ക്ലാസ് കിട്ടുന്നുണ്ടായിരുന്നു. അതിൻ്റെയോടൊപ്പം തന്നെ നമുക്ക് നല്ല ഡൗട്ട് ക്ലിയറൻസും, പിന്നെ നമ്മൾ എവിടെയും വെച്ച് താണു പോവുകയാണെങ്കിൽ നമ്മളെ കൂടെ നിൽക്കാൻ ഇവിടെ മെൻറ്റേഴ്സ് ഉണ്ട്. പിന്നെ JP സാറും എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് റിപ്പീറ്റ് കിട്ടുമോ എന്നുള്ള പേടിയില്ലേനു. ഫുൾ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയും ഫുള്ള് പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, അതിനുള്ള റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടും. ഓക്കെ, ഇതിലേ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, നമ്മുടെ എക്സാം സീരീസുകൾ നമ്മൾ ആദ്യം തന്നെ കുറേ മൊഡ്യൂൾ എക്സാംസ് എല്ലാ വീക്കിലും 5 days ക്ലാസ്, 2 ദിവസം ഓഫ്, പിന്നെ എക്സാം, ഈ രീതിയിൽ നമ്മൾ പോയത്. നീറ്റ് കഴിഞ്ഞ്, അതായത് +2 കഴിഞ്ഞിട്ടുള്ള നീറ്റ് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ രജ JPCയിലേക്ക് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ആദ്യത്തെ എക്സാംസിലൂടെ ഇങ്ങനെ പോയി. അവസാനം നമ്മൾ ജനുവരി 1st വീക്കോടുകൂടെ കംപ്ലീറ്റ് നമുക്ക് മൊഡ്യൂൾ എക്സാംസും പിന്നീട് മോക്ക് എക്സാംസിലേക്ക് നമ്മൾ പോയി. ഈ എക്സാമിനെ കുറിച്ച് എന്താ പറയുക? നമ്മൾ ഫസ്റ്റ് നീറ്റ് കഴിഞ്ഞപ്പോൾ JPCൻ്റെ ക്വസ്റ്റ്യൻസും ഫസ്റ്റ് നീറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു പാറ്റേൺ ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ എന്താ രജയ്ക്ക് പറയാനുള്ളതില്ല? ഇവിടെ എക്സാംസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെ, നമുക്ക് വീക്ക്ലി എക്സാംസ് ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് ജനുവരി 1st വീക്ക് ആയപ്പം തന്നെ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്ത്, മൊഡ്യൂൾ കഴിഞ്ഞ് പിന്നെ ഫുൾ നീറ്റ് മോഡലായിരുന്നു. കുറേ ഫസ്റ്റ് നീറ്റ് നടന്നപ്പം കുറേ ക്വസ്റ്റ്യൻസ് JPCയിലെ നീറ്റ് മോഡലും മൊഡ്യൂളും ഒക്കെ ആയാൽ തന്നെ
അതിലൊക്കെ ഉള്ള സിമിലർ ക്വസ്റ്റ്യൻസ് തന്നെയും കുറേ ക്വസ്റ്റ്യൻസ് തന്നെ അങ്ങനെ അതൊക്കെ ഇവിടുത്തെ എക്സാംസ് നല്ലപോലെ ഹെൽപ്പ് ആയിരുന്നു. ഓക്കെ, ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, അതായത് JPCയിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണ്? അങ്ങനെ വന്ന് നമ്മളെ ക്ലാസ് തന്നെ ഏറ്റവും നല്ലോണം ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു. ഫാക്കൽറ്റീസ് ആയാലും നല്ല ഫ്രണ്ട്ലി ആണ്, പിന്നെ നമുക്ക് കൃത്യമായിട്ട് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്, പിന്നെ മെൻറ്റേഴ്സും അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ തളർന്നു പോകുന്ന സമയത്തൊക്കെ നമ്മളെ കൂടെ നിൽക്കാൻ JP സാറും മെൻറ്റേഴ്സും എല്ലാവരും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അതൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അതൊക്കെ തന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട. ഓക്കെ രജ, ഇനിയില്ലേ രജ, ഇപ്പം കുറേ ആളുകൾ MBBS ഇഷ്ടപ്പെടുന്നത് അവർക്ക് ഭയങ്കരമായിട്ട് സർവീസ് മെൻറ്റാലിറ്റി ഒക്കെ ഉള്ളവരായിരിക്കും. കുറച്ച് പേരൊക്കെ തന്നെ കുറേ കാശ് ഉണ്ടാക്കണം അങ്ങനെയുള്ള ലക്ഷ്യം ഉണ്ടായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും ശരി, ഇത്രയും വലിയൊരു എക്സാമിൽ മത്സരിക്കുന്ന ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ മാത്രം 1.5 ലക്ഷത്തോളം കുട്ടികൾ മത്സരിക്കുന്ന എക്സാമാണ്. അഡ്മിഷൻ കിട്ടുന്നവരുടെ എണ്ണം തന്നെ 2000-ഓളം കുട്ടികളാണ്. അപ്പം അതിൽ ഒരാളായിട്ട് നിൽക്കുകയാണ് രജ ഇപ്പോഴും. ഭയങ്കര സന്തോഷം തന്നെയുള്ളൊരു മൊമെൻ്റാണ്. നാളെ ഏതൊരു ആഗ്രഹത്തോടു കൂടിയാണ്, കുറേ കാശ് ഉണ്ടാക്കണം എന്നുള്ള ഇഷ്ടമാണോ, അല്ലെങ്കിൽ എന്താ പറയുക എനിക്ക് കുറേ സർവീസ് ചെയ്യണം, എന്ത് ആഗ്രഹത്തോടു കൂടി MBBSനെ നോക്കിക്കാണുന്നത്? ഞാൻ MBBS ചൂസ് ചെയ്യാനുള്ള കാരണം തന്നെ മറ്റേ സർവീസ് ചെയ്യാം, പിന്നെ അതിനോടുള്ള എല്ലാവരുടെ റെസ്പെക്റ്റ് ഇതൊക്കെ കണ്ടിട്ടാണ് MBBS ചൂസ് ചെയ്ത് നീറ്റ് എക്സാം എഴുതിയത്. അപ്പം ഇനി നാട്ടിലൊരു ഡോക്ടർ എന്നുള്ള ഇതിൽ സർവീസ് മെൻറ്റാലിറ്റി തന്നെ മുന്നോട്ട് പോകും. ഓക്കെ, അതായത് രജ ആദ്യമേ ഭയങ്കര വലിയ CBSE സ്കൂൾസിൽ അല്ലെങ്കിൽ ICSE സ്കൂളിൽ പഠിച്ചു വന്ന ഒരാളാണോ, അല്ലെങ്കിൽ സാധാരണ നാട്ടിലെ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചൊരു കുട്ടിയാണോ? ഞാൻ ഫുള്ളായിട്ട് +2 വരെ നാട്ടിലെ ഗവൺമെൻറ് സ്കൂള് പഠിച്ച കുട്ടിയാണ്. CBSE അങ്ങനത്തെ ഒന്നും പോയിക്കില്ല. അതായത് സ്റ്റേറ്റ് സാധാരണ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്. ആ സാധാരണ സ്കൂളിൽ ഇന്ന് നാട്ടിലെ ഏറ്റവും നല്ലൊരു ഡോക്ടർ ആവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സാധാരണക്കാരുടെ അവരുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നാട്ടിലെ അടിപൊളി ഒരു കുട്ടി ഡോക്ടർ. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും. ഓക്കെ, എല്ലാ പ്രാർത്ഥനകളും മോളെ. ഓക്കെ.